ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് വീട്ടിൽ എത്ര കരി പിടിച്ചിട്ടുള്ള പാത്രം ഉണ്ടെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയെടുക്കാം. അപ്പം നമുക്കിതെങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഗ്യാസിൽ ഇതുപോലെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഫയറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പാത്രം കഴുകുന്ന ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ 1 സ്പൂണ് ഫയറിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫയറിക്ക് പകരം നമുക്ക് സോപ്പും പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വന്നാൽ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെയുള്ള ഈ ചട്ടിയാണ് നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് വൃത്തിയാക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഈ ചട്ടിയുടേത്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പം നമുക്കിത് ഇപ്പം ഞാനിത് വെള്ളത്തിൽ മുക്കി വെക്കുന്നൊന്നുമില്ല. വേണമെങ്കിൽ ഇത് കുറച്ച് സമയം ഒരു പരന്ന പാത്രത്തിൽ ഇതുപോലെ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് നമുക്കതിൽ മുക്കി വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ചൂടുകൊടുക്കണ തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ചട്ടി മുഴുവനായിട്ടും ആ ചൂടുകൊടുക്കണ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കമ്പിച്ചണ്ടി എടുത്തിട്ടാണ് ഞാനിതിപ്പോൾ കഴുകിയെടുക്കുന്നത്. അപ്പം നമുക്ക് നല്ലതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വൃത്തിയായിട്ട് കിട്ടും. കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതുപോലെ വൃത്തിയാക്കി എടുക്കുമ്പോൾ ഇത് വൃത്തിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഈ ചട്ടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. എന്നാൽ നമുക്ക് ഇതിലേറെ കുറച്ചും കൂടെ ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ അതങ്ങനെ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ അത് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കമ്പിച്ചണ്ടി എടുത്തിട്ട് ഇതുപോലെ വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് മുക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിൽ വെക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ എടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ച് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പം നമ്മൾ സൈഡൊക്കെ നല്ലതുപോലെ തന്നെ ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് ഭാഗം കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതുപോലെ ബാക്ക് ഭാഗം ഇതുപോലെ അരച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇതുപോലൊരു ഇത് മുങ്ങിക്കിടക്കുന്ന ഇതിൽ മുക്കിയെടുത്താൽ മതി. ഇപ്പം നമ്മൾ നമ്മുടെ ചട്ടിയൊക്കെ നല്ലതുപോലെ തന്നെ ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വീട്ടിലുള്ള ചേരുവകളിനെ വെച്ചിട്ട് നമുക്കിത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.